പുതിയൊരു വീഡിയോ ആണ്. സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്ലാഡ്സ്റ്റൺ ഗ്ലാഡ്സ്റ്റണിലെ ഈസ്റ്റ് ഷോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും നടക്കാനും ഒക്കെ ആയിട്ട് ഈവനിങ് വാക്കിനൊക്കെ വരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു മനോഹരമായ ഈവനിങ് ആണ്. ഇവിടെ ഈസ്റ്റ് ഷോസ് എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയൊക്കെയാണ്. അതായത് ഗ്ലാഡ്സ്റ്റൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ, അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ കാണിക്കുന്ന സ്ഥലമാണ്. ഇതൊരു മെയിൻ സ്ഥലമാണ് ഗ്ലാഡ്സ്റ്റണിൻ്റെ. വളരെ രസകരമായാണ്. ഞങ്ങളും ആദ്യം ഇവിടെ ഫസ്റ്റ് ഗ്ലാഡ്സ്റ്റൺ വന്നപ്പോൾ ആദ്യം വന്ന സ്ഥലമാണ് ഈ ഒരു ഈസ്റ്റ് ഷോർ. സോ അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് 1942 ആ ടൈമുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന യുദ്ധത്തിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷിപ്പാണ്. ഇവൻ ജാപ്പനീസ് നേവിയായിട്ട് യുദ്ധത്തിന് പോയവനാണ്. കോറൽ സീൽ. ഇത് ഇപ്പം വെറും ഷോക്കേസായിട്ട് ഇവിടെ വെച്ചേക്കുകയാണ്. ഇതുപോലൊരു കാർട്ടൂൺ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് ഇഷ്ടംപോലെ പിള്ളേർ കാണാനുണ്ടാവില്ലേ? പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 5:30 മണി ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ ഫുള്ളി ഇരുട്ടി തുടങ്ങി. ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ നല്ലതായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിലൊരു 7:30 ആ ഒരു ഫീലാണ്. ഇവിടെ എല്ലാം ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതെ, പക്ഷെ രാത്രിയിലൊരു പ്രത്യേക രസമാണ് ഇവിടെ കാണാൻ വേണ്ടി. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇവിടുത്തെ രാത്രിയുടെ ഒരു ഭംഗിയാണ് ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ റെസ്റ്റോറൻ്റ് ആണ് ഈ ഷോസിലെ. അത് ഓക്ലാൻഡ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ എത്തി. ഇന്ന് ആൾക്കാർ ഇച്ചിരി കുറവാണ്. നാളെ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു വീക്കെൻഡ് വൈബ്സ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഇച്ചിരി ആൾക്കാർ വരുമെന്ന് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് 2 പ്രാവശ്യം ഡൈനിങ് ചെയ്തു. ഇത് ഈസ്റ്റ് ഷോർ പാർക്ക്ലൻഡ്സിൻ്റെ മെയിൻ ക്രൂസ് ടെർമിനൽ പ്ലാസയാണ്. ഇപ്പം ഒക്കേഷണലി ഇവിടെ ക്രൂസുകളൊക്കെ വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇവിടെയാണ് വരുന്നത്. ഇതിന് അതുകൊണ്ട് ക്രൂസ് ടെർമിനൽ പ്ലാസ എന്ന് തന്നെയാണ് പറയുന്നത്. കൊള്ളാലോ, ഇവിടെ ഒരാൾ ഇവിടെ അങ്ങ് ഇരിപ്പായി. നാളെ ജോലിക്ക് പോകണല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുവാൻ. പിന്നെ നാളെ കൂടെ പോയാൽ മതി എന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ക്രൂസ് ടെർമിനൽ പ്ലാസയിൽ കൂടെ നടക്കുകയായിരുന്നു. ഇവിടെ ഒരു എക്സസൈസ് ഏരിയ ഉണ്ട്. സോ ചുമ്മാ കാണാം. എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഇത് മൈനിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ അവരിവിടെ കാണിച്ചേക്കുകയാണ്. അതായത്
മൈൻ ചെയ്യുന്ന മെറ്റൽസും കാര്യങ്ങളും അടിയിൽ കൂടെ ബെൽറ്റ് വഴി എടുക്കുന്ന ഒരു ചെറിയ മോഡൽ. ഇത് ശരിക്കും ഇവിടെ മൈനൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് പോലെ അവർ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു വെച്ചേക്കുന്നതാണ്. ഗ്ലാഡ്സ്റ്റൺ ഒരു മൈനിങ് ഏരിയ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതിനു വേണ്ടി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ എക്സസൈസ് ഏരിയ വന്നു വിചാരിക്കുന്നതൊക്കെയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് പൈപ്പും ഇതും പോലെയൊക്കെ തോന്നും. അത് അവരൊരു എൻജിനീയറിങ് രീതിയിലാണ് ഈ പാർക്ക് പണിതേക്കുന്നത്. ഗ്ലാഡ്സ്റ്റനെ ഒരു എൻജിനീയറിങ് ഏരിയ ആണ്. ഇവിടെ കുറേ മൈനിങ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു മോഡലാണ് അവരിവിടെ പോർട്രേ ചെയ്തേക്കുന്നത് അല്ലേ. പോരട്ടെ പോരട്ടെ, സ്കൂളിലൊക്കെ ചെയ്ത ഒരു ഓർമ്മയേ ഉള്ളൂ. ഇതൊക്കെ കുറേ നാളായി ഇതൊക്കെ ചെയ്ത്. നടക്കട്ടെ അങ്ങോട്ട്. പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ രസമുണ്ട്. കുറേ നടന്ന് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല ക്ഷീണമായി, കാരണം നാളെയോടെ ഇനി ജോലിക്ക് പോകണം. നാളെ ഫ്രൈഡേ, ഒരു ദിവസത്തോടെ ജോലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് ഈ ഷോസിൻ്റെ വേറൊരു സ്പോട്ടാണ്, ഗ്ലാഡ്സ്റ്റൺ മാരിടൈം മ്യൂസിയം. ഇത് എവറി ഡേ വീക്ക് ഡേയ്സ് മോർണിംഗ് 9 to 5 ഓപ്പണിംഗ് ആണ്. സോ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഞങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. സോ ഓപ്പണാണ്, കാണേണ്ടവർക്ക് വരാം, കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.